വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് അല്പസമയത്തിനകം. കർക്കിടക മാസത്തിന്റെ ഭാഗമായാണ് ആനയൂട്ട് നടക്കുക. 60ഓളം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കും. ആനയൂട്ടിന് മുന്നോടിയായി മഹാഗണപതി ഹോമവും നടക്കുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ ചാമോളപ്പിൽ, ആനയൂട്ട് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ചടങ്ങുകൾ തുടങ്ങിയോ? അരുൺകുമാർ, അല്പസമയത്തിനകം തന്നെ ആനയൂട്ട് തുടങ്ങും. അതിൻ്റെ മുന്നോടിയായുള്ള മഹാഗണപതി ഹോമം ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. മഹാഗണപതി ഹോമം പൂർത്തിയായി. അവിടെ ആളുകൾ തൊഴാൻ വേണ്ടി വരികയാണ്. നല്ല മഴ അല്പം മുമ്പ് പെയ്തു. ഇനിയും നല്ല മഴ കാത്തു നിൽക്കുകയാണ്. ആനകൾ പതുക്കെ പതുക്കെ വടക്കുംനാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് കടന്നു കൊണ്ടിരിക്കുന്നു. ഏകദേശം 60ഓളം ആനകളാണ് ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കുക എന്നാണ് ഇപ്പോൾ ഏകദേശം കണക്കാക്കിയിരിക്കുന്നത്. കർക്കിടക മാസം, അതുപോലെ തന്നെ ഈ ഹൈന്ദവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് കർക്കിടക മാസം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ആനയൂട്ട് നടക്കുന്നത്. പക്ഷേ ആനയൂട്ടിൻ്റെ ചരിത്രം മറ്റൊന്നാണ്. ഏഷ്യാഡിൻ ആനകളെ കൊണ്ടുപോകുന്നതിനുമായി ബന്ധപ്പെട്ട് ആനകൾക്ക് ഒരു സുഖചികിത്സ നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായി ആനയൂട്ട് ആരംഭിക്കുന്നത്. പക്ഷേ പിന്നീട് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് എത്ര ആനകളുണ്ടാവും? എന്താണ് അതിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്രാവശ്യം 67ഓളം ആനകളാണ് പങ്കെടുക്കുന്നത്. ശരിക്കും തെച്ചിക്കോട്ട് ആനയാകുമ്പോൾ നമ്മൾ 70 ആനയാണ് പ്രതീക്ഷിച്ചത്. ആ 2 ആനയ്ക്ക് പാപ്പാൻ്റെ സുഖമില്ലാത്ത കാരണം ആ 2 ആനകളില്ല. 67 ആനകളുണ്ട്. നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ആളുകൾക്ക് ആനയ്ക്ക് ആഹാരം കൊടുക്കാനുള്ള ബാരിക്കേഡ് സംവിധാനം ഒരുക്കി. ആളുകൾക്ക് സുഖമായിട്ട് ആനയ്ക്ക് ആഹാരം കൊടുക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. പിന്നെ ഭക്തജനങ്ങൾക്ക് കയറാൻ വേണ്ടി പ്രത്യേക റാമ്പ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഭക്ഷണമായിട്ട് എന്തൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഭക്ഷണമായിട്ട് നമ്മളൊരു 500 കിലോ അരിയുടെ ചോറ്, മഞ്ഞപ്പൊടി, തേനെല്ലാം കൂടി ഉരുളകളാക്കി കൊടുക്കും. അതിൻ്റെ കൂടെ 10ഓളം പഴവർഗ്ഗങ്ങൾ, പിന്നെ പോരാണ്ട് ഒരു ഔഷധക്കൂട്ടും കൂടി കൊടുക്കുന്നുണ്ട്. ഔഷധക്കൂട്ട് ആനയുടെ വയറ് ശരിയാവാൻ ഔഷധക്കൂട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അതും കൂടി കൊടുത്ത് ആനകൾക്ക് ആ വർഷം വയറിനൊരു പ്രശ്നങ്ങളുണ്ട്. ആനയൂട്ട് തുടങ്ങിയതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താ ശരിക്കും? ആനയുടെ 1982 തൃശ്ശൂരിൽ നിന്നും ഏകദേശം 35ഓളം ആനകൾ ഏഷ്യാഡിന് കൊണ്ടുപോയി. അത് ട്രെയിൻ മാർഗമാണ് കൊണ്ടുപോയത്. ട്രെയിൻ മാർഗം പോയി ആനകൾ തിരിച്ചു വന്നപ്പോൾ ആനകൾക്കൊക്കെ വയറിന് പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഈ ആനകൾക്ക് വയറിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഗണപതിനെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കൊടുത്ത് ഗണപതിനെ പ്രീതിപ്പെടുത്തുക. ആനയ്ക്ക് പ്രത്യക്ഷമായിട്ട് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഗണപതിക്ക് പ്രത്യക്ഷമായിട്ട് കൊടുക്കണ പോലെയാണല്ലോ. അപ്പോൾ ഗണപതിനെ കൂട്ടുക. അങ്ങനെ ആകുമ്പോൾ ഇതും കൂടി രണ്ടും കൂടി ആകുമ്പോൾ ഗണപതി സന്തോഷമാവും. അങ്ങനെ തുടങ്ങിയതാണ്. 82 നമ്മൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 42ാമത്തെ വർഷമാണ് ഈ വർഷം ആനയൂട്ട് നടക്കുന്നത്. ആനകളുടെ എണ്ണം കുറഞ്ഞു വരികയാണോ? ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് ആനകൾ കുറവായിരുന്നു. പല ഘട്ടങ്ങളിലും ആനകൾ മൊത്തം കുറയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറവാണോ? എന്താണ് അത്? ശരിക്കും ആദ്യം 90ഓളം ആനകളുണ്ടായിരുന്നു. ഇപ്പോൾ ആനകളെ പിടുത്തില്ല, ആനകളെ കൊണ്ടുവരില്ല, ആനകൾ കുറേ ചെരിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ആനകളുടെ കുറവ് ഭയങ്കരമായിട്ടുണ്ട്. അല്ലെങ്കിൽ ശരിക്കും ഈ വർഷം ഒരു 100ഓളം ആനകൾ വരേണ്ടതാണ്. ഇനി ആനകൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആനകളെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന്. അത് വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ ആനയോട്ട് 100ഓളം ആനകൾ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നത്. അരുൺകുമാർ, ഈ പറഞ്ഞതാണ് നല്ല മഴ വരുന്നുണ്ട്. ഇപ്പോൾ ആനകൾക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആനകൾക്ക് പരിശോധന നടന്നു വരികയാണ്. ഇപ്പോൾ ആ പരിശോധന 67ഓളം ആനകളും ഇപ്പോൾ നിരയായി നിന്നിട്ടുണ്ടാവും അല്ലേ ജെയ്സൺ? നല്ല മഴ വരുന്നുണ്ട്. അന്തരീക്ഷം പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ക്ഷേത്രത്തിനകത്തേക്ക് തീർച്ചയായും ആനകൾ വടക്കുംനാഥ ക്ഷേത്രത്തിന് സംവിധാനത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കണം. പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ആനയൂട്ടിന് ആളുകളെ ഇങ്ങോട്ട് കടത്തുക. ആനയൂട്ട് കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ അരികിലൊക്കെയും ആളുകൾ ഇരിക്കുന്നത് കാണാം. നേരത്തെ തന്നെ വന്നിരിക്കുന്നുണ്ട്. നല്ല മഴയാണ് വരാൻ പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ആനകൾ എന്നും തൃശ്ശൂർക്കാർക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആന എന്ന് പറഞ്ഞാൽ പിന്നെ തൃശ്ശൂർക്കാർക്ക് മറ്റൊന്നുമില്ലാത്ത സ്ഥിതിയാണ്. ആനയെ ചുറ്റിപ്പറ്റിയാണ് തൃശ്ശൂർക്കാരുടെ എല്ലാ കാര്യങ്ങളും നടക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ആനകളെ കാണുന്നതിന് വേണ്ടി ആളുകൾ ഇപ്പോൾ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ആനയെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആനയ്ക്ക് തീറ്റ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. 67 ആനകൾ കരിമ്പും അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഔഷധ കൂട്ടുകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ സംഘാടക സമിതി. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. ഇപ്പോൾ കരിമ്പൊക്കെ കൊണ്ടുവന്ന് അത് കരിമ്പ്, ആപ്പിള്, അതുപോലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കരിമ്പുണ്ട്, ആപ്പിളുണ്ട്, ആപ്പിളുണ്ട്. പക്ഷേ ഇവിടെ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ വിഭവം മിസ്സിംഗ് ആണ്. ജെയ്സൺ, ഏതാണെന്ന് പറയാം? പേരക്കയുണ്ട്. ചക്കയില്ല. ചക്കയില്ലാതെ എന്തൊരു ആനയൂട്ട് എന്ന് ചിലപ്പോൾ സംശയിക്കുന്നത്. എന്താ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതെ, ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്കയാണ്. ചക്കയും കൂടി വെക്കേണ്ടതല്ലേ? ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സീസണല്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറുന്നൊരു സമയമാണ്. അപ്പോൾ ചക്ക കൊടുക്കുമ്പോൾ
അതും പിന്നെ അതിൻ്റെ അതും വയറിന് യാതൊരു രീതിയിലും കേടുവരാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലഭ്യത ആപ്പിൾ എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ തൊട്ട് തുടങ്ങാം. തണ്ണിമത്തൻ, കക്കിരിക്ക, പൈനാപ്പിള്, ചോളം, പഴം റോബസ്റ്റ, സാധാരണ പഴം. അതുപോലെ ആപ്പിളിൻ്റെ സീസണല്ല, എന്നാലും നമ്മൾ ആപ്പിൾ എത്തിക്കുക ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കരിമ്പ്, ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ എനിക്ക് കരിമ്പ് അങ്ങനെ എല്ലാം. അതേപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ട് ചോറും ഇത് കൂടാതെ പോവുമ്പോൾ ആനയ്ക്കുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഔഷധക്കൂട്ടും കൂടി കൊടുത്തുവിടും. ഏതായാലും വിഭവസമൃദ്ധമാണ് പ്രഭാത ഭക്ഷണം ആനയുടെ എന്ന് നമുക്ക് പറയാം. വടക്കുന്നാഥന്റെ സന്നിധിയിലെത്തിയാൽ വിഭവസമൃദ്ധമായ ഭക്ഷണം എന്നതാണ്. ഈ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കണ്ടിട്ട് നമ്മുടെയൊക്കെ നാവിൽ കൊതിയൂറുന്നുണ്ട്. ആനയുടെ ഔഷധമല്ല, ഇപ്പോൾ കണ്ട ആ ഫ്രൂട്ട്സും ആ ഫ്രൂട്ട്സിന്റെ ബാസ്ക്കറ്റും കാണുമ്പോൾ എങ്ങനെയാ ആനയൂട്ടൊക്കെ അവിടെ നടക്കും? ജെയ്സൺ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു രാവിലെ? ഇല്ല, കാപ്പിയൊന്നും കുടിച്ചില്ല. രാവിലെ നേരത്തെ വന്നിട്ട് ആനയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നുള്ളായിരുന്നു സാർ. അതെ, അത് കഴിഞ്ഞിട്ട് ഭാരതിൽ പോയി കഴിഞ്ഞിട്ട് നോക്കാന്ന് കരുതിയിട്ടാണ്. ആളുകളൊക്കെ വരും, മഴ വരുന്നിട്ട്. ജെയ്സൺ അത് കഴിഞ്ഞിട്ട് ഭാരത് ഹോട്ടലിൽ പോയിട്ട് നമ്മുടെ ചേട്ടന്റെ കടയിൽ നിന്ന് നല്ല മൊരിഞ്ഞ മസാല ദോശയും വടയും ഒക്കെ ഒന്ന് വാങ്ങി കഴിച്ചോളൂ. അതിനുശേഷം ഒന്ന് ഉഷാറാവട്ടെ.